ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മുമ്പ് സ്മൂത്തനിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഇപ്പോഴും ഒരുപാട് കമൻസും സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കേൾക്കുന്നതാണ് റീബോണ്ടിങ്, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, കെരാറ്റിൻ, ബോട്ടോക്സ്, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതെങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല പാർലറിൽ പോയി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ പാർലറിലും ചെയ്യുന്നത് സെയിം അല്ലേ, അവിടെ പഠിച്ചതെല്ലാം സെയിം അല്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യമായാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്ഥിരമായിട്ട് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്ത് അവർക്കൊരു പ്രാക്ടീസ്, ഒരു കൈവഴക്കമൊക്കെ ഉണ്ടാവും. അവർക്ക് നമ്മുടെ മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് പ്രീമിയം പാർലറിലൊക്കെ പോകുമ്പോൾ അവർ നമ്മുടെ ഹെയർ സ്ക്രാച്ച് ചെയ്തിട്ട് ടെക്സ്ചർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഹെയറിന് ഏത് ട്രീറ്റ്മെൻറ്റാണ് ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലാതെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ അധികം ചെയ്ത് ശീലമില്ലാത്തവർക്ക് അവർക്ക് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷേ അവർക്ക് പ്രാക്ടീസ് കുറവായതുകൊണ്ട് മുടി പൊട്ടിപ്പോകാനും മുടി ഇങ്ങനെ വളരെ സോഫ്റ്റായി തിന്നായി പോകാനൊക്കെ സാധ്യതയുണ്ട്. പൊടിഞ്ഞു പോകാമെന്നൊക്കെ ചിലർ പറയാറുണ്ട് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അതെന്താണെന്ന് വെച്ചാൽ ആ ക്രീം അവർ തേക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെയും ആ ഒരു രീതിയുടെ കാര്യങ്ങൾ നമ്മുടെ മുടിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള പാർലറിലൊക്കെ പോയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വെറുതെ പോയി ചെയ്യുന്നതിന് പകരം അത്യാവശ്യം പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കാരണം മുടിയാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്നാമത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ, സിറം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ മുടി കൊഴിയാണ്ട് പൊട്ടിപ്പോവാണ്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നല്ല ഭംഗിയിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് നല്ലൊരു പാർലറിൽ ചെയ്യാൻ പറ്റുക, അതിനുശേഷം ആഫ്റ്റർ കെയറിൻ്റെ സാധനങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുക, അപ്പോൾ മാത്രം പോയി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്മൂത്തനിങ്, റീബോണ്ടിങ്, കെരാറ്റിൻ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്. ഫസ്റ്റ് നമുക്ക് സ്മൂത്തനിങ് നോക്കാം. സ്മൂത്തനിങ് എന്ന് പറഞ്ഞാൽ റീബോണ്ടിങ്ങിൻ്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇതൊരു കെമിക്കൽ പ്രോസസ്സ് തന്നെയാണ്. ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നത്. നല്ല രീതിയിൽ കെമിക്കലായിട്ടുള്ളൊരു കാര്യമാണിത്. നന്നായിട്ട് ഫ്രിസ് കുറയ്ക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും ഏകദേശം ഒരു വർഷമൊക്കെ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതനുസരിച്ച് 6 മന്ത് മുതൽ 1 ഇയർ വരെ അത് നിൽക്കും. നല്ല സ്മൂത്ത് ആൻഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തനിങ് ചൂസ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ മുടി കിടക്കണമെന്നുണ്ടെങ്കിൽ സ്മൂത്തനിങ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതിരിക്കാം. ടൈറ്റ് പോണിറ്റെയിലായിട്ട് കെട്ടാതിരിക്കുക. അതുപോലെ പൊല്യൂഷനുള്ള സ്ഥലത്ത് അധികം പോവാതിരിക്കുക. എപ്പോഴും ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം അവർ പറയുന്നത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് 15 ദിവസത്തേക്ക് നിങ്ങളുടെ ഹെയർ ഓയിൽ മസാജ് ചെയ്യാതിരിക്കുക. ചെയ്തതിന് ശേഷം 3 ദിവസത്തേക്ക് മുടി കഴുകാനായിട്ട് പാടില്ല. കിടക്കുമ്പോൾ എപ്പോഴും മുടി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുടിമേ കയറി കിടക്കാതിരിക്കുക. ഹോട്ട് വാട്ടർ വെച്ചിട്ട് മുടി കഴുകാതിരിക്കുക. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത 6 മന്ത്സിലേക്ക് ഹെയർ കളർ ചെയ്യാണ്ടിരിക്കുക. ഹെയർ ബ്രഷ് യൂസ് ചെയ്യാതിരിക്കുക. നല്ല പല്ലകളുള്ള ചീപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ വരുന്നത്. അടുത്തത് നമുക്ക് റീബോണ്ടിങ് നോക്കാം. റീബോണ്ടിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ നാച്ചുറൽ ഹെയറിനെ മാറ്റിയിട്ട് അത് ഭയങ്കര സ്ലീക്ക്, സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഹെയറിലെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ നമ്മൾ റിലാക്സർ അല്ലെങ്കിൽ സോഫ്റ്റ്നർ യൂസ് ചെയ്തിട്ട് മുടിയുടെ ഹെയർ ബോൺസ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഇതൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ നിൽക്കും. നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുക. ഹെയർ നല്ല ഫ്രിസ് ഫ്രീ ആയിരിക്കും, അപ്പീലിംഗ് ആയിട്ടുണ്ടാവും, നല്ല വെൽ മാനേജ്ഡ് ആയിരിക്കും. ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നന്നായിട്ട് അറിയുന്നവരടുത്ത് മാത്രമേ റീബോണ്ടിങ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റീബോണ്ടിങ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ഹെയർ ലോസും ബ്രേക്കേജും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് 3 ഡേയ്സ് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക, മുടി ക്ലിപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്തൊരു ആക്സസറി വെച്ച് റാപ്പ് ചെയ്യാതിരിക്കുക, ഹീറ്റ് സ്റ്റൈലിംഗ് ചെയ്യാതിരിക്കുക, സൾഫേറ്റ് ഫ്രീ ഷാംപൂ യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ മോയ്സ്ചറും സോഫ്റ്റ്നെസ്സും ഉണ്ടാവുള്ളൂ ഹെയറിൽ. തണുത്ത വെള്ളത്തിൽ മാത്രം മുടി കഴുകുക. ഹെയർ ബ്രഷ് യൂസ് ചെയ്യാതിരിക്കുക, ചീപ്പ് മാത്രം യൂസ് ചെയ്യുക. ബ്ലോ ഡ്രൈ ചെയ്യാതിരിക്കുക, ഹെയർ കളർ ചെയ്യാതിരിക്കുക 6 മാസത്തേക്ക്. ഉറങ്ങുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കുക.
1 മാസം വരെ മുടി ചെവിയുടെ ബാക്കിലേക്ക് വെക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ മുടിയിൽ ബെൻഡൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രെയിറ്റ് ലുക്കാണ് റീബോണ്ടിങ്ങിൽ കിട്ടുക. കോട്ടൺ പില്ലോ കേസ് യൂസ് ചെയ്യാതിരിക്കുക, അത് മുടി ഫ്രീസി ആക്കും. സിൽക്സ് ആയിട്ടുള്ള പില്ലോ കേസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് കുറച്ചുകൂടി ഡാമേജ് കുറഞ്ഞൊരു വേർഷനാണ് കെരാട്ടിൻ. കെരാട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ തന്നെയുള്ള ഒരു പ്രോട്ടീനാണ്. പക്ഷേ ഡാമേജ് കാരണം സൺ ഡാമേജ്, അല്ലെങ്കിൽ നമ്മൾ കടൽ വെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ, പൊല്യൂഷൻ, അല്ലെങ്കിൽ മുടി മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതൊക്കെ ആകുമ്പോൾ നമ്മുടെ കെരാട്ടിൻ പോകും. കെരാട്ടിൻ കാരണമാണ് മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. കെരാട്ടിൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുടി കേളി ആയിട്ട് അൺഹെൽത്തി ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ കെരാട്ടിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോട്ടീൻ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫ്രിസ് പോയിട്ട് ഹെയർ നല്ല ഷൈനി ആൻഡ് ഹെൽത്തി ആയിട്ട് കിടക്കും. ഇത് 3-4 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. 6 മാസം വരെയാണ് ഇതിന് റിസൾട്ട് നിൽക്കുക. പിന്നെ നിങ്ങൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് 3 ദിവസം ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുക. അപ്പോൾ മുടിയിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതിരിക്കും. ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. അവർ പറഞ്ഞ ഷാമ്പൂ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യുക. എപ്പോഴെപ്പോഴും മുടി കഴുകാതിരിക്കുക. ഓരോ വാഷിലും കെരാട്ടിൻ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴെപ്പോഴും മുടി കഴുകാതിരിക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മുടി വേർക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ മുടി ഡാമേജ് ആകും. അടുത്ത 3-4 ആഴ്ചയിൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതിരിക്കുക. ഹെയർ ഹീറ്റ് സ്റ്റൈൽ ചെയ്യാതിരിക്കുക. 2 ആഴ്ചത്തേക്ക് മുടി കെട്ടിവെക്കുക, റാപ്പ് ചെയ്യുക, അതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഇത് 3ഉം ചെയ്താൽ എങ്ങനെയാണ് മുടി കിടക്കുക എന്നുള്ളത്. സ്മൂത്തനിങ് ചെയ്താൽ ഹെയർ നല്ല സ്മൂത്തും സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുക. റീബോണ്ടിങ് ചെയ്താൽ കെമിക്കൽ വെച്ച് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാണ്, ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് ഉണ്ടാവുക. കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹെയറിന് പ്രോട്ടീൻ വെച്ച് റീബിൽഡ് ചെയ്യാണ്. അതിനും ഒരു അത്യാവശ്യം ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ നോക്കാം. സ്മൂത്തനിങ് എന്ന് വെച്ചാൽ ഒരു ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ്. 6 മന്ത് അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. റീബോണ്ടിങ് എന്ന് വെച്ചാൽ 1 വർഷം 1.5 വർഷമൊക്കെ നിൽക്കും. നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് വെച്ചാൽ, കെരാട്ടിൻ എന്ന് പറയുന്നത് 3 to 6 മന്ത്സ് ആണ്. ഓരോ വർഷത്തിലും ഇത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ആണ്. കെരാട്ടിനും റീബോണ്ടിങ്ങും വെച്ച് നോക്കുമ്പോൾ റീബോണ്ടിങ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. കെരാട്ടിൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു അതേഴ്സ്. പിന്നെ വേവി കേളി ഹെയർ ഉള്ളവർക്ക് സ്മൂത്തനിങ് ആണ് നല്ലത്. ഭയങ്കര തിക്കായിട്ടുള്ള കേളി ആയിട്ടുള്ള അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണ് റീബോണ്ടിങ് സജസ്റ്റ് ചെയ്യുന്നത്. ഫ്രിസി ആയിട്ടുള്ള ഹെയർ മാനേജബിൾ അല്ല, ഒന്നും നല്ല ഭംഗിയിൽ ഒതുങ്ങി കിടന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് കെരാട്ടിൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നത് വേറെ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരിക്കലും ഇല്ല. അവർ പറയുന്ന ഷാമ്പൂ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ കിടക്കുള്ളൂ, പിന്നെയും ഡാമേജ് വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രം പോയി ഈ വക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.